അപ്പൊ എങ്ങനെയാ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കാണെങ്കിൽ ഒരു 1.5 കിലോ ചിക്കൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. അതിന്റെ ആവശ്യമായിട്ടുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒരു 1.5 കിലോ ചിക്കൻ നമുക്ക് കറി പീസിനായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങിന്റെ ക്യൂബ് ഷേപ്പ് വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 5 സവോള അവനെ സ്ലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു പകുതി ചോളയോളം വെളുത്തുള്ളിയും അത്രത്തോളം തന്നെ ഇഞ്ചിയും പിന്നെ 3 തക്കാളി അതും ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സർവ്വസുഗന്ധിയുടെ ഇലയും കറിവേപ്പില, അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനം കൊണ്ട് നമ്മൾ അവസാനം അതിൻ്റെ എൻഡിങ്ങിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ചേർക്കുന്നുണ്ട്. ചൂടായി ഉരുളിക്കകത്തോട്ട് വെജിറ്റബിൾ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചേക്കണം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റുക. ആ വഴറ്റിയ ആ വെജിറ്റബിളിനകത്തോട്ട് നമ്മൾ ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് ചിക്കൻ നന്നായിട്ട് തിരുമുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉരുളക്കിഴങ്ങ് ഇട്ട് ചെറു തീയിൽ ഒരു 15 മിനിറ്റ് മൂടി വെച്ച് അങ്ങ് വേവിക്കുക. ആ മൂടി വെച്ച് വേവിന് ശേഷം നമ്മുടെ കുക്കിംഗ് ക്രീമും കൂടെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളിയും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി നല്ല പൊളപ്പനായിട്ടുണ്ട്. ഇനി ഇതും ഒരു ചെറിയൊരു ബോളിനകത്തോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇതുണ്ട്, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. ഉരുളക്കിഴങ്ങ് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അലുത്ത് പോകുന്ന രീതി വന്നിട്ടുണ്ട്. ചിക്കൻ കാണിക്കാം. സംഭവം നല്ല അടിപൊളിയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കുമ്പോൾ തന്നെ തിക്നെസ് കൂടുകയും ചെയ്യും. ഇതിനകത്ത് ഒരു പീസെടുത്ത് കഴിച്ചു നോക്കാം. ഉപ്പും മസാലയും ഓവർ സ്പൈസി അല്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സാധനമാണ്. ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ.